ഹലോ. ഇന്ന് നമുക്ക് ഫോട്ടോഷോപ്പിൽ പുതിയതായിട്ടൊരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിനകത്ത് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഇത് ഫോട്ടോഷോപ്പ് പുതുതായിട്ട് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫോട്ടോഷോപ്പ് ഇതുവരെയും ഉപയോഗിക്കാത്തവർക്ക് ഫോട്ടോഷോപ്പ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള സൈസിലുള്ളൊരു ഫയലാണ്. അപ്പോൾ നമ്മളൊരു പ്രിൻറ്റിനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്, ഒരു പ്രിൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ പ്രിൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളാദ്യം ഫയൽ ക്ലിക്ക് ചെയ്യുക, അതിൽ ന്യൂ കൊടുക്കുക. അപ്പോൾ ഫയൽ ക്ലിക്ക് ചെയ്ത് ന്യൂ കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാം. ഇല്ലെങ്കിൽ അതിൽ തന്നെ ഷോർട്ട് കട്ടുണ്ട്, Ctrl+N, കൺട്രോൾ കീ, അതായത് നമ്മൾ കീപാഡിൽ കൺട്രോൾ കീ പ്ലസ് N കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫയൽ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ ഒരു വിൻഡോ കിട്ടും. അപ്പോൾ ഈ വിൻഡോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ഒരു ഫയൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസൈൻ വർക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പേര് കൊടുക്കുക. അപ്പോൾ ആ ഫയൽ സേവ് ആവുന്ന ആ പേരിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളെ ഫയലിൻ്റെ സൈസാണ്, നമ്മൾ എന്ത് പർപ്പസിനാണോ അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റ്, എത്ര അളവിലാണ് നമുക്ക് പ്രിൻ്റ് വേണ്ടത്, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ് ഇവിടെ കൊടുക്കും. അപ്പോൾ ആ സൈസിലായിരിക്കും ഫയൽ ക്രിയേറ്റ് ആവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫയലിൻ്റെ സൈസുകൾ നമുക്ക് ഈ രീതിയിലല്ല, അതായത് പിക്സൽ സൈസിൽ, ഇഞ്ചസിൽ, സെൻറ്റിമീറ്റേഴ്സിൽ, മില്ലിമീറ്റേഴ്സ്, പോയിൻറ്റ്സ്, പിക്സൽ, ഇത്രയും നമുക്ക് മെഷർമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്റ് പർപ്പസിനൊക്കെ ഇഞ്ചസ് അല്ലെങ്കിൽ സെൻറ്റിമീറ്ററൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം മെയിനായിട്ട് ഇപ്പോൾ ഇഞ്ചസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചസിൽ മെഷർമെൻറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരളവ് മെഷർ ചെയ്ത് എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഇഞ്ച് എത്രയാണോ അതിവിടെ കൊടുക്കുക. അപ്പം വിഡ്ത്ത്, നമുക്ക് ആവശ്യമുള്ള വിഡ്ത്ത്, ഇപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ് ഒരു 10 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണോ കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ട് വരുന്നത് പോർട്രേറ്റ് ആയിട്ടായിരിക്കും, കാരണം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പോർട്രേറ്റ്. ഇനി ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരും. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരു പ്രിൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാരിറ്റിയോടുകൂടി ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെസൊല്യൂഷൻ ഉപയോഗിക്കും. അപ്പോൾ ഒരു 300 റെസൊല്യൂഷൻ ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനാണ് പ്രിൻറ്റിനൊക്കെ. ലാർജ് ഫയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 ഫീറ്റ് അങ്ങനെയൊക്കെ വരുന്ന ഫയൽ നമ്മൾ 300 റെസൊല്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പിന്നീടുള്ള വീഡിയോസിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് നോർമലായിട്ട് ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഈ ഒരു മെഷർമെൻറ്റ് ഇവിടെ നമ്മൾ എത്ര ഇഞ്ചാണോ ആവശ്യമുള്ള കൊടുക്കുക, ഇവിടെ 300 റെസൊല്യൂഷൻ കൊടുക്കുക. ഇവിടെ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രിൻറ്റ് പർപ്പസിനാണെന്നുണ്ടെങ്കിൽ CMYK കളർ തന്നെ സെലക്ട് ചെയ്യണം. RGB കളറിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അതേ കളറിൽ നമുക്ക് പ്രിൻറ്റ് കിട്ടത്തില്ല. കാരണം പ്രിൻറ്റ് മെഷീന് ഓൾമോസ്റ്റ് എല്ലാം CMYK കളറിലായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ഇവിടെയും ബാക്കി ഇതിലൊന്നും പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക. ഇവിടെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അത് പിന്നീട് പറയാം. ഇപ്പം ജസ്റ്റ് നമുക്കൊരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൽ കുറച്ച് ഷേപ്സൊക്കെ എങ്ങനെ വരയ്ക്കാം എന്നൊക്കെ ഉള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഫയൽ കിട്ടി. അതായത് 10 ഇഞ്ച് വിഡ്ത്തിലും 5 ഇഞ്ച് ഹൈറ്റിലുമുള്ള ഒരു ഫയലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫയലിനകത്താണ് നമുക്ക് ഇനി ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പുകളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം.